ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിക്രമിൻ്റെ വീട് ആക്രമിക്കാനായിട്ട് വാസവനും ഗുണ്ടകളും എത്തുന്നുണ്ട്. എന്നാൽ വിക്രം അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കി അവർ മാഷിനെയും കമലാമ്മയെയൊക്കെ ഉപദ്രവിക്കുകയാണ്. അതിനിടയിൽ കമലാമ്മ അവിടെ കുഴഞ്ഞു വീഴുന്നുണ്ട്. കമലാമ്മയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അമ്മയുടെ അവസ്ഥ അറിഞ്ഞ് വിക്രമിന് അത് സഹിക്കാനാവുന്നില്ല. വിക്രം മുഖം മറിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് തൻ്റെ വീട്ടുകാരെ കാണാനായിട്ട്. എന്നാൽ വിക്രം എവിടെയാണെന്ന് നോക്കാനായിട്ട് എപ്പോഴും ആളുകൾ അവിടെ തന്നെയുണ്ട്. വിക്രമിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പുളിക്കനോട് അറിയിക്കാനായിട്ടും ശ്രീകാന്ത് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങനെ വിക്രം അവിടെ ഉണ്ടെന്നുള്ളൊരു സൂചന പുളിക്കന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ പുളിക്കൻ ശ്രീകാന്തിനെ വിളിച്ച് വിവരം പറയാണ്. വിക്രമിനെ എങ്ങനെയെങ്കിലും വാസുവിൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കണം. വാസുവിനെ കൊണ്ട് കൊല്ലിപ്പിക്കാനുള്ള തീരുമാനം തന്നെയാണ് കേട്ടോ ശ്രീകാന്തിൻ്റേത്. പിന്നീട് ഇഷിത രാത്രി വിക്രമിനെ വേദയുടെ വീട്ടിലെത്തിക്കുന്നു. വിക്രമും വേദയും വേദയുടെ ആ റൂമിലായിരിക്കും. ആർക്കും തന്നെ ഒരു സംശയവും ഇല്ല. പിറ്റേന്ന് രാവിലെ എണീറ്റ വേദയാണെങ്കിലോ പതിവിലും കൂടുതൽ ഭക്ഷണം എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നത് കാണുമ്പോൾ വർഷയാണെങ്കിൽ സംശയത്തോടു കൂടി അവളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതെന്താ നീ ഇവിടെ ഇരുന്ന് കഴിക്കാത്തത്, നീ എന്തിനാ ഇത്രയധികം ഭക്ഷണം എടുക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ എനിക്കിവിടെ ആരുടെയും കൂടെ ഇരുന്ന് കഴിക്കാൻ താല്പര്യമില്ല, എനിക്കിപ്പോൾ നല്ല വിശപ്പാണ്, ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കഴിക്കാലോ എന്നും പറഞ്ഞുകൊണ്ട് വേദ പ്ലേറ്റിലേക്ക് 2 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ വേദയെ ഇങ്ങനെ തറപ്പിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കൊണ്ടു ചെന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ വേദ. അപ്പോൾ ആ ഒരു സമയത്ത് ശ്രീകാന്ത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് വേദയുടെ മാറ്റത്തെക്കുറിച്ച്. പഴയ പ്രസരിപ്പും എല്ലാം അവളുടെ മുഖത്തിപ്പോൾ വന്നിട്ടുണ്ട്. വിക്രം എവിടെയാണെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എന്നാണ് കേട്ടോ ശ്രീകാന്ത് ചിന്തിക്കുന്നത്. അങ്ങനെ വേദയോട് വിക്രം പറയുന്നുണ്ട്, ഒരിക്കലും ഞാനല്ല വരുണിനെ കുത്തിയത്, നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. എന്നെ കൊലയാളിയാക്കണം, കൂടെ വരുണും മരിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ആരോ ആണ് അത് ചെയ്തത് എന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടൻ ശ്രീകാന്ത് തന്നെയാണ് വരുണിനെ കൊലപ്പെടുത്തി വിക്രമിൻ്റെ മേൽ ആ കുറ്റം ആരോപിച്ച് വിക്രമിനെയും വരുണിനെയും ഒരുമിച്ച് ഇല്ലാതാക്കാൻ തന്നെയാണ് എൻ്റെ ചേട്ടൻ്റെ തീരുമാനം. സകല തെളിവുകളോടും കൂടി അത് ഞാൻ പുറത്തു കൊണ്ടുവരും. എൻ്റെ ചേട്ടൻ മാത്രമല്ല പ്രതിയായിട്ടുള്ളത്, വർഷേച്ചിയുടെ അച്ഛനും കൂടിയാണ് അതിന് പ്രതിയായിട്ടുള്ളത്. ആ ഒരു കാര്യം അധികം വൈകാതെ ഞാൻ പുറത്തു കൊണ്ടുവരും. അതുമാത്രമല്ല കമ്പനിയിൽ നടക്കുന്ന സകല അഴിമതികളും ഞാൻ പുറത്തു കൊണ്ടുവരും. ഇതെല്ലാം അതിനുള്ളൊരു തുടക്കം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിനെ പരിചരിക്കുന്നുണ്ട് കേട്ടോ വേദ. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വിക്രം ആരും കാണാതെ ആ വീടിന് വെളിയിലേക്ക് പോകുന്നത്. എന്നാൽ അപ്പോഴേക്കും വേദ ഈ കേസ് കോടതിയിൽ എത്തിച്ചിട്ടുണ്ടാകും. പരമാവധി വാസുവിന് പറഞ്ഞ് മനസ്സിലാക്കണം വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. എന്നാൽ വിക്രമിനെ പിടിക്കാനായിട്ട് വാസുവിൻ്റെ ഗുണ്ടകൾ 4 പാടും ചിതറി ഓടുന്നുണ്ട്. വിക്രം എവിടെയാണ് ഒളിച്ചതെന്ന് പോലും ആർക്കും അറിയില്ല. വേദയുടെ സംരക്ഷണത്തിൽ ആയതുകൊണ്ട് തന്നെ വിക്രം എവിടെയാണെന്ന് ആർക്ക് അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റില്ലായിരുന്നു. അങ്ങനെ കേസ് കോടതിയിലെത്തി. വിക്രമിനും വരുണിൻ്റെ വക്കീലും അപ്പോൾ വിക്രമിന് വേണ്ടി വാദിക്കാൻ വേദ തന്നെയാണ് തയ്യാറാവുന്നത്. വേദയുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു. ശ്രീകാന്തിനെതിരെയുള്ള എല്ലാ തെളിവുകളും വേദയുടെ കയ്യിലുണ്ട്. അങ്ങനെ കോടതിയിൽ കേസ് വാദിക്കുമ്പോൾ വിക്രമിന് ജയിലിലോട്ട് പോയാലും പുറത്തു വന്നാലും അവർ ഒരിക്കലും ഇനി വെറുതെ വിടില്ല എന്നൊരു നിലപാടിലായിരുന്നു വാസവൻ. എന്ന കോടതിക്കുള്ളിൽ നടന്ന എല്ലാ കാര്യങ്ങളും കേട്ട വാസവന് മനസ്സിലാവുന്നുണ്ട് തൻ്റെ മകനെ കൊന്നത് വിക്രമല്ല എന്നും എല്ലാത്തിനും തൻ്റെ കൂടെ നിന്ന് തന്നെ ചതിച്ചത് ശ്രീകാന്താണെന്നും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരുന്ന വാസവൻ പിന്നെ വെറുതെ ഇരിക്കുന്നില്ല. ശ്രീകാന്തിനെ നേരെ പാഞ്ഞു വരുന്നുണ്ട്. എന്നാൽ പോലീസുകാരെല്ലാവരും കൂടെ ചേർന്ന് പിടിച്ചു മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ കയ്യിൽ വിലങ്ങ് വെച്ച് ശ്രീകാന്തിനെ അവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് ശങ്കരനാരായണൻ തനിക്ക് ഇങ്ങനെയൊരു മകനില്ലെന്നും എല്ലാത്തിനും ചതിയനായ തനിക്ക് ഇതുപോലൊരു മകൻ ഇനി വേണ്ട എന്നും തന്നെ തറപ്പിച്ച് പറയുന്നുണ്ട്. പരമാവധി ജീവപര്യം തന്നെയാണ് കേട്ടോ ശ്രീകാന്തിന് നേടിക്കൊടുക്കുന്നത്. ഒരു ദയവുമില്ലാതെ വേദ ആ ഒരു കാര്യത്തിൽ തന്നെയാണ് തീരുമാനം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ തീരുമാനിക്കുന്നത്. ഒരാളെ പെടുത്തി ഇത്രയും ക്രൂരനായൊരു ചേട്ടനോട് എനിക്കിനി യാതൊരു ദയയും തോന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് വേദ കേസെല്ലാം ബാധിക്കുന്നത്. അങ്ങനെ ശ്രീകാന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ തൻ്റെ വരുണിനെ ഇല്ലാതാക്കിയവനെ താൻ ഒരു നിമിഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ഞാൻ അനുവദിക്കില്ല, അത് തൻ്റെ ആരായാലും എന്നുറപ്പിച്ച ദീപ്തിയാണെങ്കിൽ ശ്രീകാന്തിന് നേരെ കത്തിയുമായിട്ട് പാഞ്ഞെടുക്കുന്നുണ്ട്. മോളെ അരുത്, നിൻ്റെ ജീവിതം നശിപ്പിക്കരുത്, നീ ചെറുപ്പമാണ് എന്ന് പറയുമ്പോൾ എൻ്റെ വരുണിനെ കൊന്നവനെ ഞാൻ വെറുതെ വിടില്ല വേദേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തിയെ പോലെ അലറി വിളിക്കുന്ന ദീപ്തിയെ വേദ
കയ്യിൽ പിടിച്ച് ഒതുക്കി പിടിക്കുന്നുണ്ട് കേട്ടോ അവളെ. എന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച് തൽക്കാലം ഒന്ന് അടക്കി നിർത്തുന്നുണ്ട്. എന്നാൽ ശ്രീകാന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ വാസവനും അവനെ അവിടെ ഇട്ട് തീർക്കും എന്നൊരു ദൃഢനിശ്ചയം എടുക്കുന്നുണ്ട് കേട്ടോ. തൻ്റെ മകനെ കൊന്നവനെ ഒരിക്കലും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. അങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ കയ്യാൽ തീരുന്ന ഒരു ജീവിതമായിട്ട് മാറുന്നുണ്ട് ശ്രീകാന്തിൻ്റെ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു നല്ല എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്